എന്നോട് സഹകരിക്കുന്ന ഉദ്യോഗസ്ഥർ, എന്നോട് സഹകരിക്കുന്ന ജീവനക്കാർ, ആ ജീവനക്കാരുടെ രാഷ്ട്രീയം മാത്രം നോക്കിക്കൊണ്ട് ഭരണസമിതിയെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇവിടെ ഒരു മാഫിയ സംഘമാണ് സ്ഥലം മാറ്റം നിയന്ത്രിക്കുന്നത്. കോൺഗ്രസിന്റെ യൂണിയനിൽപ്പെട്ട ഒരു ജീവനക്കാരനാണ് പറഞ്ഞത്. BJP ഇവിടെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നതുകൊണ്ടാണ് ആശ്വാസത്തോടെ ഇവിടെ CPM-കാർ പുഴുതെറിഞ്ഞ കൊടിമരം കോൺഗ്രസിന്റെ യൂണിയനിൽപ്പെട്ടവർ വച്ചത് കഴിഞ്ഞ മാസം. ഭരണസമിതി ഒരു നിമിഷം അധികാരത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം തരുന്നയാര് പിടിക്കും. സുഗതൻ ഏപ്രിൽ മാസത്തെ കൗൺസിൽ പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് നിയമപരമായിട്ട് നാളത്തെ കൗൺസിൽ ഹാജരായില്ലെങ്കിലും അദ്ദേഹത്തെ യാതൊരു തരത്തിലും ബാധിക്കില്ല. നമസ്കാരം. തിരുവനന്തപുരം നഗരസഭയിലെ നാളത്തെ കൗൺസിൽ യോഗത്തിൽ UDF അവിശ്വാസ പ്രമേയത്തിന് തയ്യാറെടുക്കുകയാണ്. എന്തിനാണ് ഈ അവിശ്വാസ പ്രമേയം നടത്താൻ ഒരുങ്ങുന്നത് അല്ലെങ്കിൽ പാസ്സാക്കാൻ ഒരുങ്ങുന്നത് എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. എന്തായാലും ഈ പ്രമേയം പാസ്സാകാനുള്ള സാധ്യത വളരെ കുറവാണ്. 20 കൗൺസിലർമാരാണ് UDF-നുള്ളത്, LDF-ന് 29. ഇതിൽ LDF എന്തായാലും UDF-നെ പിന്തുണയ്ക്കില്ല എന്നുള്ള കാര്യമാണ് നമുക്കിപ്പോൾ എന്നുള്ള റിപ്പോർട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ പ്രമേയം എന്തായാലും പാസ്സാകാനുള്ള സാധ്യതയില്ല എന്ന് മേയറും വ്യക്തമാക്കുകയാണ്. അതേസമയം ഈ 6 മാസത്തിനുള്ളിൽ തിരുവനന്തപുരം നഗരസഭയിൽ മേയർ VV രാജേഷും മറ്റ് BJP കൗൺസിലർമാരും എല്ലാവരും തന്നെ ഈ നിരവധി വാർഡുകളിൽ എന്തൊക്കെ ചെയ്തു എന്നുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ ഉയർന്നു വരുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലടക്കം ഇത് വലിയ ചർച്ചയാവുകയാണ്. എന്തായാലും ഈ സാഹചര്യത്തിൽ നഗരസഭാ മേയർ VV രാജേഷ് തന്നെ എല്ലാത്തിനും വിശദീകരണം നൽകുകയാണ്. ഞാൻ ചോദിക്കട്ടെ, എന്നോട് സഹകരിക്കുന്ന ഉദ്യോഗസ്ഥർ, എന്നോട് സഹകരിക്കുന്ന ജീവനക്കാർ, ആ ജീവനക്കാരുടെ രാഷ്ട്രീയം മാത്രം നോക്കിക്കൊണ്ട് ഞാൻ എന്തിനാ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന നിലപാടെടുക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഞാൻ തിരിച്ചു ചോദിക്കാം, നിങ്ങൾ പറഞ്ഞുകൊണ്ട് ചോദിക്കാം, പിന്നെ പത്രസമ്മേളനം നീട്ടണ്ടെന്ന് വെച്ചിട്ടാണ് അവസാനിപ്പിച്ചത്. ഇവിടെ ഞങ്ങളുടെ ഭരണസമിതി വന്നതിന് ശേഷം ജീവനക്കാരുടെ ഒരു മീറ്റിംഗ് ഒരുമിച്ച് വിളിച്ചിരുന്നു. പല മാധ്യമങ്ങളും വന്നതാണ്. ആ മീറ്റിങ്ങിൽ ജീവനക്കാർക്ക് അഭിപ്രായം പറയാനുള്ള അവസരം കൊടുത്തു. അപ്പോൾ കോൺഗ്രസിൻ്റെ യൂണിയനിൽപ്പെട്ട ഒരു ഇവിടുത്തെ ജീവനക്കാരനെ എഴുന്നേറ്റ് നിർഭയം പറഞ്ഞു, ഈ കോർപ്പറേഷനിൽ ഇങ്ങനെ ഒരു മീറ്റിംഗ് ഞങ്ങളെക്കുറിച്ച് വിളിക്കുവാൻ അഭിപ്രായം പറയുവാനും തയ്യാറായ ഭരണസമിതിയെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇവിടെ ഒരു മാഫിയ സംഘമാണ് സ്ഥലം മാറ്റം നിയന്ത്രിക്കുന്നത്. ഇത് കോൺഗ്രസ്, ഞാൻ നാളെ നിങ്ങൾക്ക് ഇപ്പോൾ തരാൻ നമ്പർ, കോൺഗ്രസിൻ്റെ യൂണിയനിൽപ്പെട്ട ഒരു ജീവനക്കാരനാണ് പറഞ്ഞത്. ഒരു മാഫിയ സംഘം. അദ്ദേഹം വെഞ്ഞാറമൂട്ടിൽ നിന്ന് വരുന്ന ആളാണ്. അദ്ദേഹത്തിന് അതിൻ്റെ തൊട്ടടുത്ത് കാട്ടായക്കുളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വേക്കൻസി ഉണ്ട്. അവിടെയാണെങ്കിൽ അദ്ദേഹത്തിന് അരമണിക്കൂർ കൊണ്ട് എത്തിയിട്ട് കൂടുതൽ ഇഫക്റ്റീവായിട്ട് ജോലി ചെയ്യാൻ സാധിക്കും. അപ്പോൾ 60 കിലോമീറ്റർ ദൈനംദിന യാത്ര ചെയ്യേണ്ട വിഴിഞ്ഞത്താണ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത്. ഇത് ഞാൻ കോൺഗ്രസ് യൂണിയനിൽപ്പെട്ട പ്രവർത്തനമായതുകൊണ്ട് മാത്രമാണെന്ന് ശബരിനാഥൻ്റെ പാർട്ടിയിലുള്ള യൂണിയൻ പ്രവർത്തനമാണ് പറഞ്ഞത്. ഇപ്പോൾ ഈ ഭരണസമിതി വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ നിലപാട് ചോദിച്ചു നോക്കൂ. ബഹുമാനപ്പെട്ട ശബരിനാഥൻ UDF-ൻ്റെ പാർലമെൻ്ററി പാർട്ടി നേതാവായതുകൊണ്ടല്ല കോൺഗ്രസ് യൂണിയൻ്റെ നേതാക്കന്മാർക്ക് ഇവിടെ കൊടിമരം പറ്റിക്കാൻ പറ്റിയത്. BJP ഇവിടെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നതുകൊണ്ടാണ് ആശ്വാസത്തോടെ ഇവിടെ CPM-കാർ പുഴുതെറിഞ്ഞ കൊടിമരം കോൺഗ്രസിൻ്റെ യൂണിയനിൽപ്പെട്ടവർ വച്ചത് കഴിഞ്ഞ മാസമാണ്. എന്നോട് വിളിച്ച് തലേദിവസം പറഞ്ഞു ഞങ്ങൾ വയ്ക്കുകയാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ താമസിച്ചു പോയാലാണ് എൻ്റെ വിഷമം. ജനാധിപത്യപരമായിട്ട് നിങ്ങളൊക്കെ തന്നെ സംഘടനാ പ്രവർത്തനം നടത്തണം. ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴേക്കും സെക്രട്ടേറിയറ്റ് NGO സംഘ്, സെക്രട്ടേറിയറ്റിനുള്ളിൽ പ്രവർത്തിക്കുന്ന NGO സംഘിൻ്റെ പ്രവർത്തകർക്കെതിരായിട്ട് ചില നിലപാടുകൾ സ്വീകരിച്ചു. കോൺഗ്രസ്, അദ്ദേഹം അറിഞ്ഞിട്ടല്ല, കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ സമ്മർദ്ദത്തോടെ. ഞാനന്ന് യുവമോർച്ചയുടെ ചുമതലയായിരുന്നു. ഞാൻ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ചെന്ന് കണ്ടു. ഞാൻ പറഞ്ഞു, അങ്ങ് KSU-ലൊക്കെ വളർന്നു വന്ന ആളാണ്, അങ്ങ് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴേക്ക് സംഘടനാ പ്രവർത്തനം നടത്തി എന്നുള്ളതിൻ്റെ പേരിൽ ഒരാളിനെ തൃശ്ശൂരേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അത് അങ്ങ് അന്വേഷിക്കണം. അതേ സീറ്റിൽ വയ്ക്കണമെന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഒരു ഗവൺമെൻറ് പൊളിറ്റിക്കൽ ഡിസിഷൻ. പക്ഷേ തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്ത് കൊണ്ടുവരണം. അദ്ദേഹം 5 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അത് പരിശോധിച്ചു, അദ്ദേഹം നടപടി സ്വീകരിച്ചു. ഇന്ന് ഏറ്റവും ശക്തിയുള്ള പ്രസ്ഥാനങ്ങളിലൊന്ന് NGO സംഘമാണ് സെക്രട്ടേറിയറ്റിനുള്ളിൽ. അപ്പോൾ ഈ പറയുന്ന ജീവനക്കാരുടെ കാര്യത്തിൽ മറ്റൊന്ന്, കഴിഞ്ഞ ദിവസം ചില ജീവനക്കാർ അത്ഭുതത്തോടെ ഇവിടെ ഒരു കാര്യം നടന്നതായിട്ട് അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് അത്ഭുതപ്പെടുന്നത്? എൻ്റെ ചേംബറിൽ നിന്ന് പറഞ്ഞതാണ്. അതായത് UDF ഭരണസമിതി അധികാരത്തിലേറിയതിൻ്റെ അന്നോ പിറ്റെന്നോ കോൺഗ്രസിൻ്റെ യൂണിയൻകാർ, INTUC-യുടെ യൂണിയൻകാർ, ഇവിടെ NGO അസോസിയേഷൻ്റെ ആൾക്കാർ ഇവിടെ പ്രകടനം നടത്തി. അവർ സാറേ വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് കോൺഗ്രസ് ജയിക്കുമ്പോൾ ഇവിടെ പ്രകടനം നടക്കുന്നത്. അത് ഈ ഭരണസമിതി വന്നതിന് ശേഷമുള്ള സന്തോഷത്തിലാണ്. മുൻപ് നടത്താൻ സാധിക്കില്ലായിരുന്നു. അപ്പോൾ ജീവനക്കാർ നന്നായിട്ട് ജോലി ചെയ്യുന്ന ജീവനക്കാർ, ഇവിടെ കൂടുതൽ ഇടതുപക്ഷ യൂണിയനിലുള്ള ജീവനക്കാരാണല്ലോ മുനിസിപ്പൽ സർവീസിലുള്ളത്. നന്നായിട്ട് ജോലി ചെയ്യുന്ന ജീവനക്കാർ ഞങ്ങളെ ഈ ഭരണസമിതിക്ക് സഹായകരമായിട്ട് നിൽക്കുമ്പോഴേക്ക് എക്സ്പീരിയൻസ് ജീവനക്കാർ അവരവരുടെ രാഷ്ട്രീയം പ്രവർത്തിച്ചോട്ടെ. പക്ഷേ അവരെന്തിനാ അനാവശ്യമായിട്ട് എൻ്റെ പാർട്ടികളെ വെച്ച് മാറ്റുന്നത്? ആ ശൈലി ഞങ്ങൾക്കില്ല. ആ ശൈലി 3 വർഷം കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയവും നോക്കില്ല, അങ്ങോട്ടേക്കോട്ടെ സീറ്റ് മാറ്റണമെങ്കിൽ മാറ്റും. അതുകൊണ്ട് ശബരിനാഥൻ അക്കാര്യത്തിലൊന്നും ശബരിനാഥൻ ഞങ്ങളെ പഠിപ്പിക്കേണ്ട.
ഞങ്ങൾക്ക് കൃത്യമായിട്ട് അഡ്മിനിസ്ട്രേഷൻ അറിയാം. ഞങ്ങൾ ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടിയൊക്കെയാണ്. ശബരിനാഥൻ്റെ പാർട്ടിക്കാർക്ക് ഉൾപ്പെടെ അവർക്ക് 35 കൗൺസിലർമാരുണ്ടായിരുന്നല്ലോ. 2010 മുതൽ 15 വരെ അവർക്ക് 35 കൗൺസിലർമാരുണ്ടായിരുന്നു. അവിടുത്തെ പ്രതിപക്ഷ പാർട്ടിയായിരുന്നല്ലോ. അന്ന് കോൺഗ്രസിൻ്റെ ഇവിടുത്തെ യൂണിയൻ നേതാക്കന്മാർക്ക്, സ്റ്റാഫുകൾക്ക് സംഘടനാ പ്രവർത്തനം നടത്തുവാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ടോ? അവരിവിടെ ഞങ്ങളെക്കാൾ ശക്തിയായിരുന്നപ്പോഴാണല്ലേ കൊടിമരം വലിച്ചെടുത്ത് ദൂരെ കളഞ്ഞത്. എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ശബരിനാഥനും കോൺഗ്രസിനും സാധിച്ചിട്ടുണ്ടോ? ഇന്ന് സ്വാതന്ത്ര്യത്തോടെ സന്തോഷത്തോടെ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ BJPയുടെ പ്രവർത്തനമായ മേയറെ വിളിച്ചിട്ട് പറയുകയാണ്, സാർ ഞങ്ങൾ നാളെ രാവിലെ ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനം ആരംഭിക്കുകയാണ്, കൊടിമരം വയ്ക്കുകയാണ്, അങ്ങനെ ഒന്ന് അറിയിക്കുകയാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾ കഴിഞ്ഞ മാസം വയ്ക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചതെന്ന്. എല്ലാ സംഘടനകളും പ്രവർത്തിക്കട്ടെ, LDF-ഉം BMS-ഉം പിന്നെ INTUC-യും CIT ഒക്കെ പ്രവർത്തിക്കട്ടെ, അവരുടെ ആശയം പറയട്ടെ. അതുകൊണ്ട് ശബരിനാഥൻ ട്രാൻസ്ഫറിൻ്റെ കാര്യത്തിലൊക്കെ ഭരണസമിതി തീരുമാനമെടുത്തോളാം. അല്ല, ഞാൻ ആവശ്യമാണെങ്കിൽ സ്വാഭാവികമായിട്ടും 3 വർഷം ഒരേ സീറ്റിൽ തന്നെ ഇരിക്കുന്നവർക്ക് ആ സീറ്റ് മാറി എല്ലാ സീറ്റിലെ വർക്കും പഠിക്കണമല്ലോ. ഒരു ചേഞ്ച് കൊടുക്കണമെന്നുള്ളൊരു ചർച്ച പുതിയ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ വന്നിട്ടുണ്ട്. അത് ആവശ്യമാണെന്നുള്ളത് പരിശോധിക്കും. 22 വർഷം 24 വർഷം കൊണ്ട് ഒരേ സീറ്റ് ഇരിക്കുന്നവരുണ്ട്, ഉണ്ടായിരുന്നു. ഒരേ സീറ്റൊന്ന് ആലോചിച്ച് നോക്കും. 22-24 വർഷം വന്ന സീറ്റിലങ്ങ് ഇരിക്കുകയാണ്. എവിടെയെങ്കിലും ട്രാൻസ്ഫർ ചെയ്ത് അപ്പം ലീവ് എടുക്കും. പിന്നെ ആരെങ്കിലും പിടിച്ച് തിരിച്ച് അതേ സീറ്റ് വന്നാലേ പോവുള്ളൂ. അതായത് വിജിലൻസ് അന്വേഷണം നടക്കുകയാണ് SC ഫണ്ട് തട്ടിപ്പിൽ. ഞാൻ പറയാം ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം SC ST ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ യോഗം ഇവിടെ വിളിച്ചിരുന്നു. മേയറും കോർപ്പറേഷൻ സെക്രട്ടറിയും ഡെപ്യൂട്ടി മേയറും പങ്കെടുക്കുന്ന യോഗം വിളിച്ചിട്ട് ആദ്യം പറഞ്ഞത് അവിടെ നടന്നിട്ടുള്ള തട്ടിപ്പുകളെ കുറിച്ചാണ് ആദ്യം പറഞ്ഞത്. അതിനുശേഷം SC റിസർവേഷൻ സീറ്റുകളിൽ നിന്നും വിജയിച്ചു വന്ന SC കൗൺസിലർമാരുടെയും ഈ നേരത്തെ പറഞ്ഞ ഉദ്യോഗസ്ഥരുടെയും യോഗം മേയർ വിളിച്ചിരുന്നു. ഞങ്ങൾ വളരെ വിശദമായി SC ഫണ്ട് ചെലവഴിക്കുന്നത്, അത് അനർഹരുടെ കയ്യിലേക്ക് പോകുന്നത്, അർഹരായ SC വിഭാഗത്തിൽപ്പെട്ടവർക്ക് കിട്ടാത്തതിനെക്കുറിച്ച് ഞങ്ങൾ മണിക്കൂറോളം ചർച്ച ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 101 കൗൺസിലർമാരെയും അറിയിച്ചുകൊണ്ട് യോഗം വിളിച്ചു. എന്താണ് SC ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫണ്ട് കൂടുതൽ ഇഫക്റ്റീവായിട്ട് എങ്ങനെ ചിലവാക്കാം, അതിനുശേഷം അടുത്ത വർഷം പരമാവധി ശതമാനം SC ഫണ്ട് ചെലവഴിക്കണമെന്ന് തീരുമാനിച്ചു. എന്നിട്ട് ഈ അന്വേഷണം നടക്കുന്ന കേസുകളുടെയൊക്കെ തന്നെ ഒറിജിനൽ ഫയൽ കൊണ്ടുവരാൻ വേണ്ടി മേയർ ആവശ്യപ്പെട്ടപ്പോഴേക്കും അത് വിജിലൻസ് 5 വർഷം മുമ്പ് കൊണ്ടുപോയി ഇതുവരെയും തിരിച്ചു കൊടുത്തിട്ടില്ല. ചിലരെ സംരക്ഷിക്കാനാണ്. രേഖാമൂലം ആ ഫയലുകൾ തിരിച്ചു കയറുകയോ കേസിൻ്റെ പുരോഗതി അറിയിക്കുകയോ ചെയ്യണമെന്ന് പറഞ്ഞു. അത് തൃപ്തികരമായ നിലയിലല്ലെങ്കിൽ ഞങ്ങൾ മുകളിലോട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കും. ഇത് ഒരു ഭാഗത്ത് താങ്കൾ ചോദിച്ച ചോദ്യത്തിന് അന്വേഷണത്തെക്കുറിച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ മറുഭാഗത്ത് എല്ലാ 15 ദിവസത്തിലൊരിക്കലും ഇപ്പോൾ SC ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ യോഗം പ്രത്യേകം വിളിച്ചു ചേർക്കുന്നുണ്ട്. സൂപ്രണ്ടിനെ വിളിച്ചിട്ട് പരമാവധി യോഗങ്ങൾ മേയർ തന്നെ പങ്കെടുക്കുന്നുണ്ട്. കാര്യം SC ഡിപ്പാർട്ട്മെൻറ്റിൽ കുറച്ച് കുത്തഴിഞ്ഞ അവസ്ഥയാണ്. അത് ക്രമീകരിക്കുന്നതിന് 15 ദിവസത്തിലൊരിക്കൽ ഒരു അരമണിക്കൂറെങ്കിലും ഞാൻ പങ്കെടുക്കും ആ യോഗത്തിൽ, അല്ലെങ്കിൽ ഡെപ്യൂട്ടി മേയർ സെക്രട്ടറി പങ്കെടുത്തുകൊണ്ട് ഓരോ 15 ദിവസത്തെയും പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാണ് നിങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റ് അന്വേഷിച്ച് ചോദിക്കും. സൂപ്പറിൻ്റെ ആലപ്പുഴയിൽ നിന്ന് വരുന്ന ആളാണ്. അവിടെ ചില ദിവസങ്ങളിൽ അവർ വരുന്ന ടൈമും കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ യോഗം ഇക്കരെ കുറച്ച് നേരത്തെ പോകണം, എല്ലാ ദിവസവും വന്നു പോകുന്ന ആളാണ്, ലേഡിയാണ്. അന്വേഷിച്ച് ചോദിക്കൂടെ SC ഡിപ്പാർട്ട്മെൻറ്റിൽ അങ്ങനെ പ്രവർത്തനം നടക്കണോ ഇല്ലെന്ന്. ഞങ്ങളെല്ലാം പത്രസമ്മേളനം നടത്തി ഇത് തന്നെ അങ്ങ് ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. തിങ്കളാഴ്ച ഇപ്പോൾ സ്റ്റിയറിംഗ് കമ്മിറ്റി തീരുമാനിച്ചു. പിന്നെ തീരുമാനത്തിൻ്റെ പിറ്റേ ദിവസം അഡീഷണൽ സെക്രട്ടറി ലീവാണ്. രണ്ടുപേരും ഒരാൾ കണ്ണൂർ ഉള്ള ആളാണ്, മറ്റേ ആൾ കോഴിക്കോടാണ്. അവർ തിങ്കളാഴ്ച കൗൺസിൽ യോഗത്തിൽ കൂടി കാര്യം അറിയിച്ചതിന് ശേഷം സ്മാർട്ട് സിറ്റി യോഗം വിളിച്ചു കൂട്ടാൻ ചീഫ് സെക്രട്ടറി ആവശ്യപ്പെടും. സ്മാർട്ട് സിറ്റി യോഗത്തിൽ ഔദ്യോഗികമായിട്ട് ഫോറൻസിക് ഗവൺമെൻറ് കത്ത് കൊടുക്കും. തീർച്ചയായിട്ടും ഞങ്ങൾ കൃത്യമായിട്ട് ഇന്ത്യയിൽ ഞങ്ങൾ എത്രയോ അവിശ്വാസം നേരിട്ടുള്ള പാർട്ടിയാണ്. എത്രയോ സംസ്ഥാനങ്ങളിൽ, എത്രയോ പഞ്ചായത്തിൽ, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനിൽ ഞങ്ങളുടെ സംസ്ഥാന ദേശീയ നേതൃത്വത്തിന് കൃത്യമായിട്ട് നിർദ്ദേശം തരുവാനും ഈ ഭരണസമിതിയെ സംരക്ഷിക്കുവാനുമുള്ള എല്ലാ നിയമപരമായ കാര്യങ്ങളും ഞങ്ങളുടെ ദേശീയ സംസ്ഥാന നേതൃത്വത്തിനറിയാം, ജില്ലാ നേതൃത്വത്തിനറിയാം. അവരുടെ ഉപദേശം തേടിക്കൊണ്ട് ആ പറയുന്ന ഉപദേശങ്ങളും ജനങ്ങളുടെ അഭിപ്രായം, മാധ്യമപ്രവർത്തകരുടെ അഭിപ്രായം തേടിക്കൊണ്ട് നിയമത്തിനകത്തുനിന്നുകൊണ്ട് ഞങ്ങൾ ശക്തമായിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ ഭൂരിപക്ഷം കൂടും. നിയമത്തിനകത്തുനിന്നുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ ഭരണസമിതി ജനങ്ങൾ ആഗ്രഹിക്കുന്ന LDF UDF കൗൺസിലർമാർ ഉൾപ്പെടെ ആഗ്രഹിക്കുന്ന ഈ ഭരണസമിതി ഒരു നിമിഷം അധികാരത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം തെരുവുനായ ആര് പിടിക്കും? ഈ തെരുവുനായ്ക്കൾ ആൾക്കാരെ ഭീകരമായിട്ട് ഞാൻ നിങ്ങളുടെ പറയല്ലേ, അങ്ങയുടെ ഓഫീസിൻ്റെ മുമ്പിൽ ഇപ്പം അക്രമികളായ തെരുവുനായ്ക്കൾ ഉണ്ടെന്ന് പറഞ്ഞാൽ അടുത്ത നിമിഷം തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഡോഗ് സ്ക്വാഡ് അവിടെ വരും, അവയെ പിടിച്ചുകൊണ്ട് ഷെൽട്ടർ ചെയ്യും, കുടിവെള്ള പ്രശ്നം പരിഹരിക്കട്ടെ. ഇതൊക്കെ ഈ ഭരണസമിതി ചെയ്തുകൊണ്ടിരിക്കുന്നത് മാറണമെന്ന് ആരാ ആഗ്രഹിക്കുന്നത്? ഞങ്ങൾ ടൈം ബൗണ്ടായിട്ടാണ് പറയുന്നത്, വെറുതെ പറഞ്ഞു പോവുകയല്ലോ. എന്താണ്
ആ പറഞ്ഞാലേ ശരിയാക്കി അവിടെ തന്നെ ചോദിക്കുകയാണ് നല്ലത്. ഞാൻ പറഞ്ഞില്ല, സുഗതൻ ഏപ്രിൽ മാസത്തെ കൗൺസിൽ പങ്കെടുത്തിട്ടുണ്ട്. അത് 3 തരത്തിലുള്ള രേഖകളാണുള്ളത്. ഒന്ന് ഇലക്ട്രോണിക് എവിഡൻസ്, കേസ് മാർട്ട്, നിങ്ങളിപ്പോൾ തന്നെ കൺസേൺഡ് സെക്ഷനിൽ പോയി പരിശോധിച്ചാൽ അറിയാം. 2 ഫോട്ടോ ഉണ്ട്, പ്രശാന്താണ് ഫോട്ടോ എടുത്തത്, ഇതാണ് ഫോട്ടോഗ്രാഫർ. ഈ ഫോട്ടോഗ്രാഫർ അപ്പോയിൻ്റ് ഞാൻ വന്നിട്ടില്ലല്ലോ. ഇത് ആര്യാരായൻ്റെ വി കെ പ്രശാന്തിൻ്റെ സമയത്തുണ്ടായിരുന്ന ഫോട്ടോഗ്രാഫറാണല്ലോ. നിങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു നോക്ക്, ഫോട്ടോ അദ്ദേഹത്തിന് ഡേറ്റഡ് ഫോട്ടോ ഉണ്ട് ആണല്ലോ. ഞങ്ങൾ മാറ്റിയിട്ടില്ല, അദ്ദേഹം നന്നായിട്ട് ജോലി ചെയ്യുന്നുണ്ട്, അദ്ദേഹം ജോലി ചെയ്യുന്നുണ്ട് ആണല്ലോ. നോ ഞാൻ പറയട്ടെ അതിന് മറുപടി അവിടെ പറയട്ടെ. പ്രശാന്ത് പറഞ്ഞോ, മൈക്കിൽ പറഞ്ഞോ, ഐ ഹാവ് നോ ഒബ്ജക്ഷൻ. 3 ഇവിടുത്തെ വീഡിയോ ദൃശ്യങ്ങളുണ്ട്, പിന്നെ ഫിസിക്കൽ രജിസ്റ്റർ ഉണ്ട്. അവിടെ ഓഫീസിൽ നിങ്ങൾ പരിശോധിച്ചാൽ ഇവിടെ ദീപക് പറഞ്ഞെന്ന് രജിസ്റ്റർ കിട്ടിയില്ലെന്ന്. ദീപകിൻ്റെ വീട്ടിൽ കൊണ്ട് രജിസ്റ്റർ കൊടുക്കാൻ പറ്റുമോ? അതേ ഇവിടെ അപേക്ഷ കൊടുത്താൽ കിട്ടും. നിങ്ങൾ അപേക്ഷ കൊടുത്താൽ നിങ്ങൾക്ക് രജിസ്റ്റർ കിട്ടും. അല്ലാതെ ദീപക് എല്ലാ ദിവസവും രാവിലെ എടുത്ത് എന്തൊക്കെയാണ് ദീപക് ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചിട്ട് പേപ്പറിൽ എഴുതി വാങ്ങിച്ചിട്ട് വീട്ടിൽ കൊണ്ടു കൊടുക്കാൻ പറ്റും? ദീപക്കോ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്നോ ഒരു അപേക്ഷ കൊടുത്താൽ ആ രജിസ്റ്ററിൻ്റെ കോപ്പി, സർട്ടിഫിക്കറ്റ് കോപ്പി കൊടുക്കും, നിങ്ങൾക്കും കിട്ടും. അതിൽ സുഗതൻ മെയ് മാസത്തിൽ ഒപ്പിട്ടിട്ടുണ്ട്. അദ്ദേഹം ഏപ്രിൽ മാസത്തിൽ ഒപ്പിട്ടിട്ടുണ്ട്, മെയ്യിൽ അദ്ദേഹം ഒപ്പിട്ടിട്ടില്ല. അദ്ദേഹത്തിന് നിയമപരമായിട്ട് നാളത്തെ കൗൺസിൽ ഹാജരായില്ലെങ്കിലും അദ്ദേഹത്തെ യാതൊരു തരത്തിലും ബാധിക്കില്ല. ജൂലൈ മാസത്തിലെ കൗൺസിൽ ഞാനിപ്പോൾ തന്നെ പറഞ്ഞേക്കാം, അവർക്ക് സാധിക്കുമെങ്കിൽ ജൂലൈ മാസത്തെ കൗൺസിലിനെ അവർ വിലയിരുത്തട്ടെ. ജൂൺ മാസത്തിലെ കൗൺസിലത്തിന് ഹാജരായില്ലെങ്കിൽ പ്രശ്നമില്ല. ഇത് മാധ്യമങ്ങളെയും സമൂഹത്തെയും ഇങ്ങനെ വസ്തുതകൾ വളച്ചൊടിച്ച് തെറ്റിദ്ധരിപ്പിക്കാൻ ഇപ്പം തന്നെ 2-3 ആഴ്ച മാധ്യമങ്ങളൊക്കെ തന്നെ സുഗതൻ 2 കൗൺസിൽ ഹാജരായില്ല, അടുത്ത കൗൺസിൽ ഹാജരായില്ലെങ്കിൽ അവയോഗ്യനാക്കും എന്നുള്ള ചർച്ച ചെയ്തില്ലേ? എന്തിനാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഇങ്ങനെ? അവിടെ തന്നെ ക്രെഡിബിലിറ്റി പോവുകയില്ലേ? ആ നിയമ നടപടികൾ അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ സ്വീകരിക്കുന്നുണ്ട്. നിയമ നടപടികൾ അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ, കോർപ്പറേഷൻ അല്ല, കോർപ്പറേഷൻ ഔദ്യോഗികമായിട്ടല്ല, അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ നിയമ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. കോർപ്പറേഷൻ അതിലെന്തൊക്കെയാണ് ഇടപെട്ട് ചെയ്യേണ്ടത്, നിയമപരമായി ചെയ്യേണ്ടത്, ഞങ്ങൾക്ക് നോട്ടീസൊക്കെ വരുന്ന സമയം ഞങ്ങൾ വളരെ വേഗത്തിൽ തന്നെ അക്കാര്യങ്ങൾ ഞങ്ങൾ ഇടപെടും. അവിടെ മാത്രമല്ല, അങ്ങ് പറഞ്ഞ വളരെ ശരിയാണ്, അവിടെ മാത്രമല്ല, ഞാനിപ്പോൾ എല്ലാ സ്ഥലങ്ങളും പറയുന്നില്ല, സിറ്റിയിൽ വ്യാപകമായിട്ടുണ്ട്. അതിൻ്റെ പുറകിൽ ചില കാര്യങ്ങളുണ്ട്. ഞങ്ങൾ അതിലും നല്ല ഹോംവർക്ക് ചെയ്യുകയാണ്. കുറച്ച് സമയമെടുക്കും, പക്ഷേ നടപടി ഉണ്ടാകും. ഞാൻ അക്കാര്യത്തിൽ ഇപ്പോൾ ഇത്രേ പറയുന്നുള്ളൂ, കുറച്ച് ഹോംവർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. ഓക്കെ, ബാക്കി അക്കാര്യത്തിൽ പിന്നെ പറയാം. എനിക്കൊന്ന് ഏകദേശം ഒരു 3-4 പത്രസമ്മേളനത്തിൻ്റെ കാര്യങ്ങൾ ഇന്ന് തന്നെ പറഞ്ഞു. ബാക്കി നമുക്ക് നാളെ 5 വർഷം BJP എങ്ങളുണ്ടാവും, അടുത്ത ഇലക്ഷൻ പിന്നെക്കാളും കൂടുതലുണ്ടാവും. കാലത്തും പോയില്ല, അത് ചെറിയൊരു ഡിസ്ലൊക്കേഷൻ. ഞാനൊരിടത്തും പൊട്ടലുണ്ടോന്നും പറഞ്ഞിട്ടില്ല. അത് ആ സമയത്ത് നല്ല പെയിൻ ഉണ്ടായിരുന്നു, ചെറിയൊരു ഡിസ്ലൊക്കേഷൻ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവർ കാര്യമായിട്ട് കെട്ടുകയൊക്കെ ചെയ്ത് അത് മെഡിസിൻ ഉണ്ട്, 2 ദിവസം കഴിയുമ്പോഴേക്കും അത് പ്രശ്നം മാറും. അവർ കത്ത് തന്നിട്ടുണ്ട്, പക്ഷേ അവർ ഒറ്റ പോയിന്റ്, ഞാൻ ആ കത്തിൻ്റെ കോപ്പി തരാം. അതിൽ 49 പേരല്ല 34 പേരുടെ ഒപ്പുണ്ടെങ്കിൽ അവർ പറയുന്ന ഡേറ്റിൽ വിളിക്കാം. ആ കത്തിൻ്റെ കോപ്പി നാളെ തരാം. ഇന്നിപ്പോൾ ഓഫീസ് അവധിയാണ്, വേണമെങ്കിൽ വിളിച്ചെടുക്കാം. അവർ തന്ന കത്തിൽ 34 പേരുടെ ഒപ്പുണ്ടെങ്കിൽ ആ നിമിഷം കൗൺസിൽ വിളിക്കാം. അവർക്ക് തന്നെ അറിയാം അവരെന്തിനാണ് വീണ്ടും പരിഹാസപാത്രമാകും. 3 തവണ കത്ത് തന്നു. 3 തവണയും മുനിസിപ്പൽ ആക്ടിൽ അവർ തന്ന നമ്പർ വെച്ച് വിളിക്കാനുള്ള നമ്പറില്ല. 2 പേരും കത്ത് തന്നു. അല്ല, അത് അവർ ഒരു ലെറ്റർ ഹെഡിൽ തന്നു കഴിഞ്ഞാൽ കൊടുക്കാം, വിളിക്കാം. ഒരാൾ കത്ത് തരുന്നു, ആ കത്ത് വായിച്ചപ്പോഴേക്കും അതിന് മതിയായ എണ്ണമില്ല, ആ കത്തിന് മറുപടി കൊടുക്കുന്നു. റിജക്ട് ചെയ്തില്ലേ മറുപടി കൊടുക്കാൻ പറ്റുള്ളൂ. അടുത്ത കത്ത് വരുന്നു. ഇപ്പം നിങ്ങൾക്കൊരു 10 കത്ത് വന്നു, നിങ്ങൾ 10 കത്തും 10 പേര് അയച്ചതായിരിക്കും. എല്ലാം വായിച്ചിട്ട് ഒറ്റ മറുപടിയാണ് എഴുതുന്നത്? അല്ല, ഓരോ കത്തും വായിച്ചിട്ട് ആ കത്തിന് മറുപടി എഴുതും. അപ്പോൾ ആദ്യത്തെ കത്ത് വരുന്നു, ആ കത്ത് വായിച്ചിട്ട് ആ കത്തിന് മറുപടി തരാക്കി ഒപ്പിട്ട് കൊടുക്കുന്നു. അടുത്ത കത്ത് വായിക്കുന്നു, അപ്പോൾ അടുത്ത കത്ത് വായിച്ചപ്പോൾ ഒരു കത്തിൽ 20 ഉള്ളൂ, ആദ്യത്തെ കത്തിൽ 29 ഉള്ളൂ. അത് കഴിഞ്ഞ് അതിന് മറുപടിയൊക്കെ കൊടുത്ത് കുറേ കഴിഞ്ഞതിന് ശേഷം വേറൊരു കത്ത് വരുന്നു, ആ കത്തിൽ 20 വരെ ഉള്ളൂ. എങ്ങനെ കൊടുക്കും? 34 ആ നിമിഷം കൊടുക്കാം. അത് കൊടുക്കാൻ തയ്യാറായി ഞങ്ങളിരിക്കുകയാണ്, പക്ഷെ അങ്ങനെ ഒരു കത്ത് വരുന്നില്ല. എന്തായാലും മേയർ VV രാജേഷ് തിരുവനന്തപുരത്തെ പാളയം മാർക്കറ്റിലടക്കം അനധികൃത ബിൽഡിങ്ങുകളെല്ലാം തന്നെ പൊളിച്ചു മാറ്റിയതെല്ലാം തന്നെ ഏറെ ചർച്ചയായിരുന്നു. അതുകൂടാതെ തെരുവ് നായ ശല്യം പരിഹരിക്കും എന്ന് BJP അധികാരത്തിലേറുന്നതിന് മുൻപ് തന്നെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനമായിരുന്നു. അധികാരത്തിലേറിയതിൻ്റെ ആദ്യ നാൾ തന്നെ ഈ ഒരു പ്രവൃത്തി ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഇന്നലെ അടക്കം തെരുവ് നായകളെ പിടിക്കുന്ന പ്രവർത്തികളെല്ലാം തന്നെ ഡോഗ് സ്ക്വാഡിൻ്റെ ഭാഗത്തു നിന്നും നടന്നുകൊണ്ടിരിക്കുന്നു. ഇക്കഴിഞ്ഞ ദിവസം നമ്മളടക്കം റിപ്പോർട്ട് ചെയ്തിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ തെരുവ് നായ ശല്യം ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് മേയർ നേരിട്ട് മെഡിക്കൽ കോളേജിൽ എത്തുകയും
അതിന് നേതൃത്വം നൽകുന്നതെല്ലാം തന്നെ കണ്ടതാണ്. ഇതടക്കം ഈ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ അദ്ദേഹം പരിഹരിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഉയർന്നു വരുന്നത് എന്തിനാണ് ഇത്തരത്തിൽ അവിശ്വാസം UDFിൻ്റെ ഭാഗത്തു നിന്നും അവതരിപ്പിക്കേണ്ട കാര്യം എന്നുള്ളതാണ്. ഇത് വെറും നാടകമാണ്, ഇതൊരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല, അല്ലെങ്കിൽ പാസ്സാകാൻ പോകുന്ന കാര്യമല്ല എന്നുള്ളതാണ് മേയർ വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.